ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്റർ ഏതാണ്? ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ളതാണ് അല്ലേ. ഒക്കെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോയുടെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. വി ഹാവ് ലേൺ അബൌട്ട് ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് സ്റ്റേജ്? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഓരോ സ്റ്റേജിലെയും ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട്? ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ഇൻ ദിസ് എക്സെർട്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോ എ യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അല്ലേ, APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ മെമ്മോ? മീൻസ് എന്താണ്? ഓർമ്മക്കുറിപ്പ്. യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. At a tender age, he forged his own bonds of life and evolved into a responsible member of the family, playing his role with pride and joy. എന്താണ്? അറ്റ് എ ടെൻഡർ ഏജ്. ടെൻഡർ ഏജ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ചെറിയ പ്രായം അല്ലെ. ടെൻഡർ ഏജ് മീൻസ് ഇളം പ്രായം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ പ്രായം അല്ലേ. ഹി ഫോർജ്ഡ് ഹിസ് ഓൺ ബോൺസ് ഓഫ് ലൈഫ് ആൻഡ് evolved into a responsible member of the family. ആ സമയത്ത് അദ്ദേഹം എന്തായി തീർന്നു എന്നാണ് പറയുന്നത്? ഫോർജസ് മീൻസ് ക്രിയേറ്റ് അല്ലേ. ഹിസ് ഓൺ ബോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഇവോൾവ്സ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ഫാമിലി. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ? ഒരു റെസ്പോൺസിബിൾ മെമ്പറായിട്ട് മാറുകയാണല്ലേ. പ്ലേയിങ് ഹിസ് റോൾ വിത്ത് പ്രൈഡ് ആൻഡ് ജോയ്. എങ്ങനെയായിരുന്നു? പ്രൈഡ്, വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? തൻ്റെ ആ റോള് പ്ലേ ചെയ്യാണ് അല്ലേ, ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ളതാണ് അല്ലേ ടൈറ്റിൽ. എന്താണ്? ലിറ്റിൽ തിങ്സ് മാറ്റർ. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സൈഡ് ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആ മെമ്മോ ഒന്ന് വായിച്ച് നോക്കാം. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലിറ്റിൽ തിങ്സ് മാറ്റർ. Every morning, a large pile of newspaper in English and Tamil is delivered to me. Every morning, എല്ലാ ദിവസവും രാവിലെ എന്താണ്? ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. പയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂമ്പാരം. ഒരുപാട് ഇങ്ങനെ കൂടിക്കിടക്കുമ്പോൾ എന്താ പറയുക? പയൽ അല്ലേ, കൂമ്പാരം എന്ന് പറയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഇസ് ഡെലിവേർഡ് ടു മീ. ഇംഗ്ലീഷിലും തമിഴിലുമുള്ള പത്രങ്ങളുടെ ഒരു വലിയ കൂമ്പാരം എന്ത് ചെയ്യാറുണ്ട്? എനിക്ക് ഡെലിവർ ചെയ്യാറുണ്ട്, എനിക്ക് ലഭിക്കാറുണ്ടെന്നാണല്ലേ പറയുന്നത്. ഡ്യൂറിങ് മൈ ട്രാവൽസ് എബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഡ്യൂറിങ് മൈ ട്രാവൽസ്, എൻ്റെ യാത്രകളിൽ, വിദേശത്തേക്കുള്ള യാത്രകളിലൊക്കെ എന്താണ്? ഞാൻ ഈ ബന്ധം പുലർത്തിയത് എങ്ങനെയായിരുന്നാ പറയുന്നത്? വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ന്യൂസുകളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു അല്ലേ. എൻ്റെ വിദേശ യാത്രകൾ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായിട്ട് എന്ത് ചെയ്തിരുന്നു? ബന്ധം പുലർത്തിയിരുന്നു. I do this by going online to read news articles and editorials in magazine and papers. എഡിറ്റോറിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖപത്രങ്ങൾ അല്ലേ. എഡിറ്റോറിയൽസ് എന്താണ്? മുഖപത്രങ്ങൾ. അപ്പം എന്താ പറയുന്നത്? ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽ ഇൻ മാഗസിൻ ആൻഡ് പേപ്പേഴ്സ്. മാസികകളിലെയും അതുപോലെ തന്നെ പത്രങ്ങളിലെയും വാർത്തകളും മുഖപ്രസംഗങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് വായിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അദ്ദേഹം പറയുന്നുണ്ടല്ലേ, അദ്ദേഹം അബ്രോഡിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ നിന്നുള്ള ന്യൂസുമായിട്ടുള്ള ടച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? അദ്ദേഹം എന്ത് ചെയ്യും? ഓൺലൈൻ റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ എഡിറ്റോറിയൽസും മാഗസീൻസും പേപ്പേഴ്സൊക്കെ വായിച്ചു കൊണ്ടായിരുന്നില്ല ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. 1931 അദ്ദേഹം ജനിക്കുന്നത്. ആരാണ്? APJ അബ്ദുൽ കലാം അല്ലേ. ഓക്കെ, when I was about 8, World War II broke out. when I was about 8, എനിക്ക് 8 വയസ്സായിരുന്നപ്പോൾ അല്ലേ. 8 വയസ്സാകുമ്പോൾ എന്ത് ചെയ്തു? വേൾഡ് വാർ സെക്കൻഡ് ബ്രോക്ക് ഔട്ട്. 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രോക്ക് ഔട്ട് മീൻസ് പൊട്ടിപ്പുറപ്പെട്ടു. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. പെർട്ടിക്കുലർലി പ്രത്യേകിച്ച് എന്താണ്? സദേൺ ടിപ്പിലെ ആളുകൾ എന്താണ്? രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള ദൈനംദിന ജീവിതം എന്താണ്? തുടക്കത്തിൽ അല്ലേ. ഇനീഷ്യലി മീൻസ് തുടക്കത്തിൽ എന്ത് ചെയ്തില്ല? അൺഅഫക്റ്റഡ് മീൻസ് എന്താണ്? ബാധിച്ചില്ല അല്ലേ. ഫസ്റ്റ് ഒന്നും എന്ത് ചെയ്തിരുന്നില്ല? ബാധിക്കപ്പെട്ടിരുന്നില്ല.
Then the only source of information about the outside world was the newspaper. ആകപ്പാടെ ഒരു ഓൺലി സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? The outside world was the newspaper. പുറലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഏക ഉറവിടം എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, പത്രങ്ങളായിരുന്നു അല്ലേ? പത്രമായിരുന്നു, ന്യൂസ് പേപ്പേഴ്സ് ആയിരുന്നു. ദ ഏജൻസി ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ന്യൂസ് പേപ്പർ വാസ് റൺ ബൈ മൈ കസിൻ സംസുദ്ദീൻ. അപ്പം ആരാണ് ഈ ഏജൻസി നടത്തിയിരുന്ന ആള്? പത്രങ്ങൾ വിതരണം ചെയ്തിരുന്ന ഏജൻസി നടത്തിയിരുന്ന ആരായിരുന്നു എന്നാ പറയുന്നത്? യെസ്, റൺ ബൈ മൈ കസിൻ, അതായത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള സംസുദ്ദീൻ എന്ന ആളായിരുന്നു അല്ലേ? Along with Jalaluddin, he was a big influence in my early life. ആരെപ്പോലെ തന്നെ ജലാലുദ്ദീനോടൊപ്പം അദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്? ആരും ഷംസുദ്ദീനും എൻ്റെ കുട്ടിക്കാലത്ത് ഒരു വലിയ സ്വാധീനമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നല്ലേ. വളരെയധികം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംസുദ്ദീൻ ഹാഡ് ഗ്രേറ്റ് എഫെക്ഷൻ ഫോർ മീ. സംസുദ്ദീൻ എന്താണ്? എന്നോട് വളരെയധികം വാത്സല്യമുണ്ടായിരുന്നു. എഫെക്ഷൻ മീൻ എന്താണ്? വാത്സല്യം അല്ലേ. ആൻഡ് എൻകറേജ്ഡ് മീൻ സോ മെനി വേസ്. പലതരത്തിലും അദ്ദേഹം എന്ത് ചെയ്തു? എന്നെ എൻകറേജ് ചെയ്യാറുണ്ട്. എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക. ദാറ്റ് ഹി ബിക്കം ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അങ്ങനെ അദ്ദേഹം എന്തായിട്ട് മാറി? എനിക്കൊരു ഗൈഡിങ് ലൈറ്റ് ആയിട്ട് മാറി എന്നാണല്ലേ പറയുന്നത്. അതായത് വഴികാട്ടിയായിട്ടുള്ളൊരു വെളിച്ചമായിട്ട് മാറി. സംസുദ്ദീൻ ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. രാമേശ്വരത്തിലെ ഏക ഒരു ന്യൂസ് പേപ്പർ ഏജൻസി എന്ന് പറയുന്നത് ആരുടേതായിരുന്നു? സംസുദ്ദീൻ്റെ ആയിരുന്നു അല്ലേ. There were about 1,000 literate people in the town and he delivered newspaper to all of them. അപ്പോൾ എത്രയാണ് ലിറ്ററേറ്റ് പീപ്പിൾ ഇൻ ദ ടൗൺ എന്ന് പറയുന്നത്? ടൗണിലെ ലിറ്ററേറ്റ് പീപ്പിൾ, സാക്ഷരതായിട്ടുള്ള 1,000 അല്ലേ, 1000 ആളുകൾക്കല്ലേ, 1000 ആളുകൾക്ക് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ന്യൂസ് പേപ്പർ എത്തിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ. ന്യൂസ് പേപ്പർ രാമേശ്വരത്തെ ഏക പത്ര ഏജൻസി ആരാന്ന് പറയുന്നത്? ഷംസുദ്ദീൻ്റെതായിരുന്നു അല്ലേ. അപ്പോൾ പട്ടണത്തിൽ സാക്ഷരത്തിൽ 1000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ. അവർക്കെല്ലാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഷംസുദ്ദീന് പത്രങ്ങൾ എത്തിച്ചു കൊടുത്തു. The papers carried news about the independence movement that was heading towards crescendo at the time. എന്താ പറയുന്നത്? The papers carried news about the independence movement that was heading towards the crescendo at the time. Crescendo means എന്താണ്? ഉച്ചസ്ഥായിയിൽ എന്ന് നമ്മൾ പറയല്ലേ. ഉച്ചസ്ഥായിയുടെ ഉച്ചസ്ഥായി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? Yes, the papers carried news about the independence movement that was heading towards crescendo at the time. അപ്പോൾ ഈ അക്കാലത്ത് ഇത് എന്ത് ചെയ്യാണ്? അവർക്കല്ല അക്കാലത്ത് ഉച്ചസ്ഥായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഈ പത്രത്തിൽ ഉണ്ടായിരുന്നു അല്ലേ. ദിസ് ന്യൂസ് ഐറ്റംസ് വുഡ് ബി റീഡ് ആൻഡ് ഡിസ്കസ്ഡ് എമംഗ് എവരിവൺ. അപ്പോൾ ഈ ന്യൂസ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു? വുഡ് ബി ഡിസ്കസ്ഡ് എമംഗ് എവരിവൺ. എല്ലാവരും എന്ത് ചെയ്യും? വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. There would also be news from the war front about the Hitler and Nazi army. പിന്നെ എന്തിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ടായിരുന്നു? അതോടൊപ്പം തന്നെ യുദ്ധമുന്നണിയിലുള്ള വാർത്തകളും അതുപോലെ ഹിറ്റ്ലറും നാസി സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്തിലുണ്ടായിരുന്നു? പത്രത്തിലുണ്ടായിരുന്നു അല്ലേ. തമിഴ് പേപ്പർ ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. അപ്പോൾ എല്ലാത്തിലും ഏതായിരുന്നു? തമിഴ് പേപ്പറായിട്ടുള്ള ദിനമണി ആയിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഉണ്ടായിരുന്ന പത്രം എന്ന് പറയുന്നത് അല്ലേ. തമിഴ് പത്രമായിട്ടുള്ള ദിനമണിയായിരുന്നു കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും പ്രചാരത്തിലുള്ളത് അല്ലേ, പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന പത്രം എന്ന് പറയുന്നത്. The way the newspapers reached രാമേശ്വരം വാസ് ക്വൈറ്റ് യൂണിക്. രാമേശ്വരത്ത് പേപ്പറുകൾ എത്തിച്ചേരുന്നത് എന്തായിരുന്നു? ഒരു യുണിക്കായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. ഒരു യുണിക്കായിട്ടുള്ള രീതിയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രാമേശ്വരത്ത് പത്രങ്ങൾ എത്തിയിരുന്നു. യുണിക് മീൻസ് അതുല്യമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടല്ലേ, അതുല്യമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. ദേ കെയിം ബൈ മോർണിംഗ് ട്രെയിൻ ആൻഡ് വർ കെപ്റ്റ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അവിടെ നിന്ന് അവയെടുത്ത് എന്ത് ചെയ്യും? അവയെടുത്ത് എല്ലാ വരിക്കാർക്കും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം അല്ലേ. ഫ്രം ദേ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ദ ഓൾ സബ്സ്ക്രൈബേഴ്സ്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് അവിടുന്ന് അവയെടുത്ത് എല്ലാ വരിക്കാർക്കും എന്ത് ചെയ്യണം? എത്തിക്കണം അല്ലേ. നോക്കൂ, ദ വേ പേപ്പേഴ്സ് റീച്ച്ഡ് രാമേശ്വരം വാസ് ക്വൈറ്റ് യൂണിക്. ദേ കൈം ബൈ മോർണിംഗ് ആൻഡ് ട്രെയിൻ ആൻഡ് വർ കെപ്റ്റ് രാമേശ്വരം സ്റ്റേഷൻ. ആദ്യം എന്ത് ചെയ്യുന്നത്? അവിടെയൊക്കെ രാമേശ്വരം സ്റ്റേഷനിൽ തീവണ്ടിയിൽ വന്നിരുന്ന
രാവിലത്തെ തീവണ്ടിയിൽ വന്നിരുന്ന രാമേശ്വരം സ്റ്റേഷനിൽ അവ എന്ത് ചെയ്യും, അവർക്ക് സൂക്ഷിച്ചു വെക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് എടുത്തിട്ട് എല്ലാ വരിക്കാർക്കും സബ്സ്ക്രൈബേഴ്സിനും എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ദി കെം ബൈ മോർണിംഗ് ട്രെയിൻ വർ കെപ്റ്റ് രാമേ ഫ്രം ദ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ഓൾ സബ്സ്ക്രൈബേഴ്സ്. അവിടെ നല്ല സബ്സ്ക്രൈബേഴ്സിനൊക്കെ അയച്ചു കൊടുക്കും. ദിസ് വാസ് സംസുദ്ദീൻ ബിസിനസ് ആൻഡ് ഹി മാനേജഡ് എഫേർട്ട്ലെസ്ലി. അപ്പൊ എന്തായിരുന്നു, അദ്ദേഹം അനായാസമായിട്ട് എന്ത് ചെയ്യണേ, ഇത് ശംസുദ്ദീന്റെ ജോലിയായിരുന്നു അല്ലെ. ദിസ് വാസ് ദ സംസുദ്ദീൻ ബിസിനസ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് അല്ലേ. ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. അദ്ദേഹം എന്താണ്, എഫേർട്ട്ലെസ്ലി മീൻസ് അനായാസമായിട്ട് അല്ലെ. എഫേർട്ട്ലെസ്ലി, അനായാസമായിട്ട് അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. However, as World War II raged, is affected the newspaper delivery business in strange way. റേജ് മീൻസ് എന്താണ്, കൊടുമ്പിരി കൊള്ളുക പറയില്ലേ നമ്മൾ, എന്താണ് കൊടുമ്പിരി കൊള്ളുക. ഓക്കെ. However, as World War II raged, is affected the newspaper delivery business in strange way. എന്നാൽ രണ്ടാം ലോകമഹായുധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അത് എന്ത് ചെയ്യാണ്, പത്രവിതരണത്തെ എന്ത് ചെയ്യാണ്, വിചിത്രമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് വേയിൽ എന്ത് ചെയ്യാണ്, അത് ബാധിക്കുകയാണ് അല്ലേ. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻ ഓൺ ഗുഡ്സ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, പല ഉപരോധങ്ങളും അതുപോലെ തന്നെ സാങ്ഷൻസ് മീൻസ് ഉപരോധം അല്ലേ. സാങ്ഷൻസ് എന്താണ്, ഉപരോധം. സാങ്ഷൻസും റേഷൻസും ഒക്കെ എന്ത് ചെയ്യാണ്, റേഷൻസ് മീൻസ് നിയന്ത്രിത അളവല്ലേ. റേഷൻസ് ഒക്കെ ഗുഡ്സിൽ കൊണ്ടുവരികയാണ്. അതായത് ബ്രിട്ടീഷ് സർക്കാർ പല സാധനങ്ങൾക്കും എന്ത് ചെയ്യാണ്, സാങ്ഷൻസും ഉപരോധങ്ങളും അതുപോലെ തന്നെ റേഷൻസും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അല്ലേ. സംതിങ്സ് ലൈക്ക് സ്റ്റേജ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. പ്രൊവൈൽഡ് എന്ത് ചെയ്യുന്ന, നിലനിന്നു. പ്രിവൈൽഡ് മീൻസ് നിലനിന്നു. അപ്പൊ എന്താണ് പറയുന്നത്, രാജ്യത്ത് ഒരു തരത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥ അല്ലെ, എമർജൻസി നിലനിന്നു എന്നാണ് പറയുന്നത്. അവർ ലാർജ് ഫാമിലി ഫെൽ ഡിഫിക്കൽട്സ് അക്യൂട്ട്ലി. എന്താണ്, ഞങ്ങളുടെ വലിയ കുടുംബം എന്ത് ചെയ്യാം, അക്യൂട്ട്ലി അല്ലെ തീവ്രമായിട്ട് എന്ത് ചെയ്തു, അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അല്ലെ. അവർ ലാർജ് ഫാമിലി ഫെൽ ഡിഫിക്കൽട്ട് അക്യൂട്ട്ലി. അക്യൂട്ട്ലി മീൻസ് എന്താണ്, തീവ്രമായിട്ട്. Food, clothes, the needs of the babies of the household all became difficult to procure. എന്തൊക്കെയാണ് സംഭവിച്ചത്, അവർ ലാർജ് ഫാമിലി ഫെൽ ദ ഡിഫിക്കൽട്ട്സ് അക്യൂട്ട്ലി. എന്തിലൊക്കെയാണ്, ഫുഡ്, ഭക്ഷണത്തിൽ അല്ലേ. ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ്സ് ഓഫ് ബേബീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ കാര്യത്തിൽ അല്ലെ, കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ആവശ്യങ്ങളും എന്താണ്, കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും എന്നിവയിലൊക്കെ എന്താണ്, പ്രയാസമുണ്ടാവാൻ തുടങ്ങിയാൽ ഓൾ ബിക്കേം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. പ്രൊക്യൂർമെന്റ്സ് സമ്പാദിക്കാൻ അല്ലെ, സമ്പാദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമായിട്ട് തീർന്നു. ആസ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂഡ് അഫക്ട് as Samsuddin came up with proposal that excited and delighted me. എന്താണ്, ആസ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂഡ് ടു അഫക്ട് us. യുദ്ധത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ബാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ്, എന്നെ സംസുദ്ദീൻ came up with a proposal that excited and delighted me. സംസുദ്ദീൻ എന്ത് ചെയ്യാണ്, ഒരു നിർദ്ദേശവുമായിട്ട് വരികയാണ്. അദ്ദേഹം ഒരു നിർദ്ദേശമായിട്ട് വരികയാണ്. അതെന്നെ എന്താക്കി മാറ്റി എന്നാണ് പറയുന്നത്, എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ് മീ. എക്സൈറ്റഡ് എന്താണ്, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഡിലൈറ്റഡ് മീൻസ് സന്തുഷ്ടനാക്കുക, സന്തോഷം. ഡിലൈറ്റഡ് മീൻസ് ഹാപ്പി ആക്കുക അല്ലേ. ഡിലൈറ്റഡ് മീ എന്നെ എക്സൈറ്റഡും ഡിലൈറ്റഡ് സന്തോഷവാനുമാക്കി. One followed the all of the condition was that the rail stop at Rameshwaram station had been done away with. എന്താണ്, വൺ ഫോളോഡ്. ഫോളോഡ് മീൻസ് എന്താണ്, അനന്തരഫലം അല്ലേ. ഫോളോഡ് എന്നാണ് ഇതിൻ്റെ ഒരു വൺ ഫോളോഡ് ഓഫ് ദ കണ്ടീഷൻ. ഫോളോഡ് മീൻസ് അനന്തര ഫലം. One followed of the condition was the rail stop at Rameshwaram station had been done away with. അപ്പം എന്ത് ചെയ്യാണ്, യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണ്, രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നിർത്തലാക്കാൻ തുടങ്ങി. ഡൺ എവേ വിത്ത് മീൻസ് എന്താണ്, ഡൺ എവേ വിത്ത് എന്ന് പറഞ്ഞാൽ നിർത്തലാക്കി. എന്താണ്, നിർത്തലാക്കി. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേർപ്പസ് ദെൻ. ഞങ്ങളുടെ പേപ്പറിന് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക. ഹൗ വേ ദേ ഡു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഓൾ ദ പീപ്പിൾ ഓഫ് ദ ടൗൺ. അവ എങ്ങനെ ശേഖരിച്ച് പട്ടണത്തിലെ ആളുകൾക്ക് വിതരണം ചെയ്യും. സംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. സംസുദ്ദീൻ എന്ത് ചെയ്യാണ്, ഒരു വഴി കണ്ടെത്തി അല്ലേ. ദ പേർപ്പസ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. അപ്പം എന്ത് ചെയ്യും, ദ പേർപ്പസ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. പത്രങ്ങൾ എന്ത് ചെയ്യണം, വലിയ കെട്ടുകളാക്കി വെക്കും. ലാർജ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടല്ലേ.
As the train chugged down to the രാമേശ്വരം ധനുഷ്കോടി ട്രാക്ക് they would be flung out on the platform. എന്നിട്ട് എന്ത് ചെയ്യും? രാമേശ്വരം ധനുഷ്കോടി പാളത്തിലൂടെ ട്രെയിൻ ഇങ്ങനെ ചഗഡ് ഡൗൺ മീൻസ് എന്താണ്? കിതച്ചോടുമ്പോഴല്ലേ, അതായത് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. ഫ്ലങ് ഔട്ട് മീൻസ് വലിച്ചെറിയും. ഓക്കെ, ഫ്ലങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചെറിയുക. they would be flung out onto the platform. അപ്പോൾ അവ എന്ത് ചെയ്യും? പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. അപ്പം എന്തായിരുന്ന വഴി എന്ന് പറയുന്നത്? രാമേശ്വരം ധനുഷ്കോടി പാളത്തിലൂടെ ട്രെയിൻ ഇങ്ങനെ ചെക്ക് ഡൗൺ ആവുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യുക? അത് വലിച്ചെറിയും അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് വേർ ഐ കെയിം ഇൻ. അവിടെയാണ് എൻ്റെ വരവല്ലേ. Samsudin offered me the enjoyable job of collecting these bundles of papers thrown from the moving train and then taking them around town for distribution. അപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് പത്രക്കെട്ടുകൾ ശേഖരിച്ച് എന്ത് ചെയ്യുക? പട്ടണത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതായിരുന്നു അല്ലേ. പട്ടണത്തിൽ വിതരണത്തിനായി കൊണ്ടുപോകുക എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള ജോലിയാണ് സംസുദീൻ എനിക്ക് എന്ത് ചെയ്തത്? വാഗ്ദാനം ചെയ്തത് അല്ലേ. മൈ ഇന്തൂസിയാസം നോ ബൗണ്ട്സ്. എൻ്റെ ഇന്തൂസിയാസത്തിന്, ആവേശത്തിന് അതിരുകളില്ലായിരുന്നു അല്ലേ. ഇന്തൂസിയാസം നോ ബൗണ്ട്സ്, അതിരുകൾ ഉണ്ടായിരുന്നില്ല. It was only the aid I was going to contribute in a meaningful way to the household income. എന്താണ്? അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഓൺലി 8 അല്ലേ. എനിക്ക് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണ്? ഞാൻ വീട്ടിലേക്ക്, വരുമാനത്തിലേക്ക് ഒരു മീനിങ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയായിരുന്നു അല്ലേ. കോൺട്രിബ്യൂട്ട് മീൻസ് സംഭാവന അല്ലേ. മീനിങ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ഹൗസ് ഹോൾഡ് ഇൻകത്തിലേക്ക് നൽകുകയായിരുന്നു. For many days I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divide the portion between all of us. അപ്പം എൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ വിഹിതമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വീതിച്ച് നൽകുമ്പോൾ അവരുടെ പാത്രങ്ങളിലെ ഭക്ഷണം കുറഞ്ഞു വരുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അബ്ദുൽ കലാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. The children were always fed fast and I don't remember any of us ever going hungry. അപ്പം എന്ത് ചെയ്യും? ആദ്യം ഭക്ഷണം നൽകിയിരുന്നത് ഞങ്ങളെല്ലാവരും വിശന്നിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അല്ലേ. അതെപ്പോഴും ആർക്കായിരുന്നു ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഭക്ഷണം കുട്ടികൾക്കായിരുന്നു അല്ലേ. കുട്ടികൾക്ക് കൊടുക്കുമല്ലോ. ആ വീട്ടിലെ സ്ത്രീകൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി ദ വുമൺ വേർ കോംപ്രമൈസിങ് ഓൺ ദെയർ ന്യൂട്രീഷൻ ഫോർ അസ്. ആ വീട്ടിലെ സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു അല്ലേ. അവരുടെ പോഷകാഹാരത്തിൽ അവർ എന്ത് ചെയ്യേണ്ടി വന്നു? വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ഐ റെഡിലി ആക്സെപ്റ്റഡ് സംസുദീൻസ് ഓഫർ. അപ്പം ഞാൻ എന്താണ്? വളരെ സന്തോഷത്തോടു കൂടി സംസുദീൻ്റെ ഓഫർ സ്വീകരിച്ചു. However, my new job had to be fitted into my regular routine. എന്താണ്? എൻ്റെ പുതിയ ജോലി എൻ്റെ റെഗുലർ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ പഠനവും സ്കൂളും പഴയതുപോലെ എന്ത് ചെയ്യേണ്ടി വന്നു? തുടരേണ്ടിയിരുന്നു അല്ലേ. The delivery business had to be accommodated amidst all of others other activities. അതായത് എന്താണ്? മൈ സ്റ്റഡീസ് ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു അക്കോമഡേറ്റ് എമിഡ്സ്റ്റ് ഓൾ ദിസ് അതർ ആക്ടിവിറ്റീസ്. എമിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾക്കിടയിലല്ലേ. അപ്പം എന്ത് ചെയ്യാണ്? ഈ പ്രവർത്തനങ്ങൾക്കിടയിലും പത്രപ്രചരണം ഉൾക്കൊണ്ടിരിക്കുന്നതിന് അക്കോമഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ. പത്രവിതരണം എന്ത് ചെയ്യണം? പത്രം എന്തായാലും വിതരണം ചെയ്യണ്ടേ. പത്രവിതരണം ഉൾക്കൊള്ളേണ്ടിയിരുന്നു. എമംഗ് മൈ സിബ്ലിങ്സ് ആൻഡ് കസിൻ ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമെറ്റിക്സ്. അതായത് എൻ്റെ സഹോദരങ്ങളുടെയും, സിബ്ലിങ്സ് മീൻസ് സഹോദരങ്ങളല്ലേ, എൻ്റെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും കൂട്ടത്തിൽ എന്താണ്? ഞാൻ കണക്കിൽ പ്രത്യേക ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻ ഫ്രം അവർ മാത്തമെറ്റിക് ടീച്ചർ. അപ്പം എൻ്റെ കണക്ക് അധ്യാപകൻ്റെ അടുത്ത് നിന്ന് ട്യൂഷൻ എടുക്കാൻ അച്ഛന് ഏർപ്പാട് ചെയ്തിരുന്നു. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. അപ്പം എന്താണ്? വിദ്യാർത്ഥികളായ ഞങ്ങൾ കുളി കഴിഞ്ഞ് പുലർച്ചെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണമെന്നൊരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അധ്യാപകൻ ഉണ്ടായിരുന്നു അല്ലേ. However, my teacher had condition that
So for 4 years, which was the duration of the tuition, I started my day while it was still dark outside with my mother shaking me awake. അപ്പം എന്താണ് പറയുന്നത്, അങ്ങനെ ട്യൂഷൻ്റെ കാലാവധിയായിട്ടുള്ള 1 വർഷത്തേക്ക് പുറത്തെ വെളിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്ത് ചെയ്യും, എന്നെ കുലുക്കി ഉണർത്തിക്കൊണ്ട് എൻ്റെ ദിവസം ആരംഭിച്ചത്. അതായത് ഒരുപാട് നേരത്തെ എണീക്കേണ്ടതായിട്ട് വരികയാണ് അല്ലേ. She herself would have റൈസഡ് ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. അപ്പോൾ അവരെന്ത് ചെയ്യും, എനിക്ക് മുൻപേ എഴുന്നേറ്റ് അവർ ഒരുക്കി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വയ്ക്കുമായിരുന്നു അല്ലേ. അപ്പം അമ്മ APJ അബ്ദുൽ കലാമിന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഫസ്റ്റ് നീറ്റ് ഒരുക്കി വയ്ക്കുമായിരുന്നു. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെൻഡ് മീ ഓൺ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അങ്ങനെ എന്നെ കുളിക്കുന്നതിലും ടീച്ചറിൻ്റെ വീട്ടിലേക്ക് അയക്കാനൊക്കെ അവർ സഹായിച്ചിരുന്നു. There I would study for an hour and return by 5 a.m. By then, my father would be ready to take me to the Arabic school nearby. അപ്പോഴേക്ക് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, അവിടെ ഞാൻ 1 മണിക്കൂർ പഠിക്കുക അല്ലേ. They would be study for an hour and return by 5 a.m. 1 മണിക്കൂർ പഠിക്കുകയും രാവിലെ 5 മണിയോടെ എന്ത് ചെയ്യും, മടങ്ങി വരികയോ അല്ലേ ചെയ്യും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു അറബിക് സ്കൂൾ നിയർ ബൈ. അപ്പോഴേക്ക് അടുത്തുള്ള അറബിക് സ്കൂളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ അച്ഛൻ തയ്യാറായിട്ടുണ്ടാവും. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പാഠം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിവേഗം ഓടും. സ്പ്രിന്റ് മീൻസ് ഓടുക അല്ലേ. സ്പ്രിന്റ് എന്താണ്, ഓടുക. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൽ നിന്ന് എന്ത് കാണാൻ സാധിക്കും, സ്മോക്ക് അല്ല, എൻജിനിൽ നിന്നുള്ള സ്മോക്ക്, ദൂരം നിന്നുള്ള എൻജിൻ ഇങ്ങനെ ദൃശ്യമാകും, വിസിബിൾ ആകും. The horn would be tooted loudly with a thunderous roar. The train would pass through the station. Tooted means എന്താണ്, tooted. യെസ്, ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് അല്ലേ. ഹോൺ എന്താണ്, ഉച്ചത്തിൽ മുഴങ്ങും അല്ലേ. ടൂട്ടഡ് ലൗഡ്ലി, ഉച്ചത്തിൽ ഇങ്ങനെ മുഴങ്ങും. ആൻഡ് വിത്ത് ദ തണ്ടറസ് റോർ ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഉച്ചത്തിൽ ഇങ്ങനെ ഹോണ് മുഴങ്ങുകയും ഇടിമുഴക്കം പോലത്തുള്ള ഗർജനത്തോട് ട്രെയിൻ എന്ത് ചെയ്യും, സ്റ്റേഷനിൽ ഇവിടെ ഇങ്ങനെ കടന്നു പോകും അല്ലേ. ഐ ഹാഡ് വർക്ക്ഡ് ഔട്ട് ദ ബെസ്റ്റ് സ്പോട്ട് ഫ്രം ദ ബീച്ച് കീപ്പ് ആൻഡ് ഐ ഔട്ട് ഫോർ ഫ്ലൈയിങ് ദി ന്യൂസ് പേപ്പേഴ്സ് ബണ്ടിൽസ്. പറന്നു വരുന്ന പത്രക്കെട്ടുകൾക്കായിട്ട് ഇങ്ങനെ കണ്ണോടിക്കാൻ പറ്റിയ ഏറ്റവും സ്ഥലം ഞാൻ എന്ത് ചെയ്തിരുന്നു, കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ടു ദ പ്ലാറ്റ്ഫോം. എന്നിട്ട് എന്ത് പറയുന്നത്, ഒരു ക്ലോക്കിലെ സൂചി പോലെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് അവ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ എറിഞ്ഞു തരും അല്ലേ. ടോസ്ഡ് ഔട്ട് ചെയ്യും, എറിഞ്ഞു തരും. Tossed out to the platform, the train would huff and puff away. Samsudin person in the train would have out to me and my job would begin. എങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യാൻ, തുടർന്ന് ട്രെയിൻ കിതിച്ചും മാഞ്ഞും ഹഫ് ആൻഡ് പഫ് എന്ന് പറഞ്ഞ കിതഞ്ഞും മാഞ്ഞും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ. The train would huff and puff away. Samsudin person in the train would have wave out to me and my job would begin. അപ്പം എന്ത് ചെയ്യും, ഷംസുദ്ദീൻ്റെ ആളെ എനിക്ക് നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ വീശു അല്ലേ. അതോടെ എന്താണ് പറയുന്നത്, വേ ഔട്ട് ടു മീ ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അങ്ങനെ എൻ്റെ ജോലി ആരംഭിക്കും. I then picked up the bundles, divided them into batches according to the neighborhood in which the papers had to be distributed of I went. ആദ്യം എന്ത് ചെയ്യും, ഞാൻ കെട്ടുകളൊക്കെ എടുത്ത് പത്രങ്ങൾ വിതരണം ചെയ്യേണ്ട നൈബർഹുഡിനനുസരിച്ച്, അയൽപ്പക്കങ്ങൾക്കനുസരിച്ച് അവയെ എന്ത് ചെയ്യും, പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് യാത്ര തുടങ്ങും അല്ലേ. For about an hour, I tore around രാമേശ്വരം delivering papers to everyone. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ എന്ത് ചെയ്യും, രാമേശ്വരത്തിന് ചുറ്റും ഓടി അല്ലേ. ടൂർ അറൗണ്ട്, എല്ലാവർക്കും എന്ത് ചെയ്യും, പത്രങ്ങൾ വിതരണം ചെയ്യും. So I began to identify people by the papers they read. അങ്ങനെ എന്താണ് അദ്ദേഹം എല്ലാവർക്കും പത്രങ്ങൾ താമസിയാതെ എന്താണ് ആളുകളുടെ പത്രങ്ങൾ വായിക്കുന്ന ആളുകൾ അവ എന്ത് ചെയ്യാൻ തുടങ്ങി, തിരിച്ചറിയാൻ തുടങ്ങി അല്ലെ. കാരണം എന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് പത്രങ്ങൾ വായിക്കണമെന്ന് അവന് മനസ്സിലാവാൻ തുടങ്ങി. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി ഫ്രണ്ട്ലി വേർഡ് ഓർ ടു. അപ്പം എന്ത് ചെയ്യാണ്, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പലരും എനിക്കായിട്ട് കാത്തിരിക്കും അല്ലേ. എപ്പോഴും 1-2 സൗഹൃദ വാക്കുകളൊക്കെ അവർ പറയും അല്ലേ. ഫ്രണ്ട്ലി വേർഡ് ഓർ ടു.
സം വേർഡ് വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോംസ് ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. അപ്പം എന്താണ്, ആ സ്കൂളിൽ വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിലേക്ക് മടങ്ങി പോകാൻ ചിലർ എന്നോട് പറയാറുണ്ടല്ലേ. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ് ബീയിങ് ഹാൻഡഡ് ദെയർ പേർപ്പസ് ബൈ എ ചിയർഫുൾ 8-year-old. അതായത് ചിയർഫുൾ ആയിട്ടുള്ള അല്ലേ, അല്ല സന്തോഷത്തിലല്ലേ അവന് പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സന്തോഷവാനായിട്ടുള്ള 8 വയസ്സുകാരൻ ഇങ്ങനെ പത്രങ്ങളൊക്കെ കൈമാറുന്നത് എന്താണ്, മിക്ക ആളുകളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. ഒരു ചെറിയ കുട്ടിയല്ലേ ഇങ്ങനെ പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ടൗൺ ബീങ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ബൈ ദ ടൈം ദ വർക്ക് വാസ് ഓവർ അറ്റ് 8 AM അല്ലേ. ഞങ്ങളുടെ പട്ടണം എന്ത് ചെയ്യണേ, ഈസ്റ്റ് കോസ്റ്റ് മീൻസ് കിഴക്കൻ തീരത്തായതുകൊണ്ട് എന്താണ്, രാവിലെ 8 മണിയോടെ ജോലി തീരുമ്പോഴേക്കും സൂര്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആകാശത്ത് ഉദിച്ചുയർന്നിട്ടുണ്ടാവും അല്ലേ. ദ സൺ വുഡ് ബിഗിൻ അപ്പ് ഇൻ ദ സ്കൈ. Now I headed back home where my mother waited with breakfast. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ അമ്മ എന്തായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ് ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. ഹംഗ്രി മീൻസ് എന്താണ്, വിശപ്പല്ലേ. പക്ഷെ എനിക്ക് എന്തായിരിക്കും, ലളിതമായിട്ടുള്ള ഭക്ഷണമായിരിക്കും വിളവ്, പക്ഷെ എനിക്ക് എന്തുണ്ടാവും, വിശപ്പായിരിക്കും. എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. My mother made sure I liked every morsel before sending me off to school. Morsel means ഓരോ വറ്റും അല്ലേ. അതായത് സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണത്തിൻ്റെ ഓരോ വറ്റും കഴിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും, അമ്മ ഉറപ്പാക്കും. മോഴ്സൽ മീൻസ് ഓരോ വറ്റും, ഓരോ വറ്റും, അതായത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കും. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ്. പക്ഷെ എന്താണ്, എൻ്റെ വർക്ക് അവിടെ എൻഡ് ചെയ്യുന്നില്ല എന്നാണല്ലേ പറയുന്നത്. എൻ്റെ വർക്ക് എൻഡ് ചെയ്യുന്നില്ല, എന്നാൽ എൻ്റെ ജോലി അവിടെ അവസാനിക്കുന്നില്ല. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് ഷംസുദ്ദീൻ കസ്റ്റമർ അഗെയിൻ. വീണ്ടും സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ഞാൻ ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലണം അല്ലേ. വീണ്ടും ഉപഭോക്താക്കളുടെ അടുത്ത് എന്ത് ചെയ്യണം, കളക്ടിങ് ഡ്യൂസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വൈകുന്നേരങ്ങളിലും പോകണം അല്ലേ. അദ്ദേഹത്തിൻ്റെ കണക്കുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടായിരുന്നല്ലേ. ദാറ്റ് ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ കണക്കുകളൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, തീർക്കാൻ കഴിയും അല്ലേ. അറ്റ് ദാറ്റ് ടൈം സിറ്റിംഗ് സംവെയർ നിയർ ദ സീ വിത്ത് ദ ബ്രീസ് ബ്ലോയിങ് ഇൻ ജലാലുദ്ദീൻ ഓർ ശംസുദ്ദീൻ വുഡ് ഫൈനലി ഓപ്പൺ അപ്പ് ദ ഡേയ്സ് പേപ്പർ. അപ്പോൾ ആ സമയത്ത് എന്താണ്, കടലിനടുത്ത് എവിടെയെങ്കിലും, ബ്രീസ് മീൻസ് ഇളം കാറ്റല്ലേ, ഉണ്ടായിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ജലാലുദ്ദീനും ഷംസുദ്ദീനൊക്കെ എന്ത് ചെയ്യും, അന്നത്തെ പത്രമുഖം തുറന്നു നോക്കും അല്ലേ. All of us would pour over the black type of the Didamani. One of them would read aloud the news items and slowly the larger outside world would enter our consciousness. എന്താണ്, ആദ്യം എന്ത് ചെയ്യാണ്, ഞങ്ങളെല്ലാവരും ദിനമണിയിലെ കറുത്ത അക്ഷരങ്ങൾ എന്ത് ചെയ്യും, പോർ ഓവർ ചെയ്യുന്നത് എന്താ, പരിശോധിക്കുക. അവരിൽ ഒരാൾ എന്ത് ചെയ്യും, വാർത്തകൾ ഉറക്കെ അങ്ങനെ വായിക്കും. One of them would read aloud the news item and slowly larger outside word would enter our consciousness. എന്താണ്, അവരിൽ ഒരാൾ വാർത്തകൾ ഉറക്കെ വായിക്കും, പതിയെ വലിയ പുറം ലോകം ഞങ്ങളുടെ ബോധമണ്ഡല കോൺഷ്യസ്നസ് പ്രവേശിക്കുമെന്നാണല്ലേ പറയുന്നത്. ദെൻ ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ വി രാമസ്വാമി, ദ വേഴ്സ് വുഡ് ഹാങ് ഇൻ ദ ഈവനിങ് എയർ. അപ്പോൾ ആരൊക്കെയാണ്, ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ വി രാമസ്വാമി, അവരുടെയൊക്കെ വാക്കുകൾ എന്താണ്, സായാഹ്നത്തിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അല്ലേ. Then I would trace the photos and words with my fingers and wondering what it must be like to be out there in the larger world with all of them. എന്താണ്, വലിയ ലോകത്ത് അവരോടൊപ്പം ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് അതിശയിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചിത്രങ്ങളിലും വാക്കുകളിലൊക്കെ ഇങ്ങനെ വിരലോടിക്കും, ട്രേസ് ചെയ്യും അല്ലേ. Maybe I thought to myself one day I would go to the big cities like Madras, Bombay and Calcutta. അപ്പോൾ എന്താണ്, ഒരു പക്ഷേ ഞാൻ മനസ്സിലിങ്ങനെ കരുതലോ, ഒരു നാളെന്താണ് ഞാൻ മദ്രാസ്, ബോംബെ, കൽക്കത്ത പോലുള്ള നല്ല നഗരങ്ങളിലേക്കൊക്കെ പോകുന്നു ഇങ്ങനെ മനസ്സിൽ കരുതും. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോ ടു മീറ്റ് ദ പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു. എന്താണ്, ഗാന്ധിജിയെയും പണ്ഡിറ്റ് നെഹ്റുവിനെയും പോലുള്ളവരെ കണ്ടുമുട്ടിയാൽ ഞാൻ എന്തു പറയും.
What would I say if I had got to people like Gandhiji and Pandit Nehru? But such thoughts were soon interrupted by the calls of my playmates and then called for the dinner. അപ്പം എന്താ പറയുന്നത്, കളിക്കൂട്ടുകാരല്ലേ, എന്നാൽ അത്തരം ചിന്തകൾ എന്താണ് എൻ്റെ പ്ലേമേറ്റ്സിൻ്റെ വിളികളാലും അതുപോലെ തന്നെ എന്താണ് അത്താഴല്ലേ, അദ്ദേഹത്തിൻ്റെ അത്താഴത്തിനുള്ള വിളിയാലും പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടും, ഇൻ്ററപ്റ്റ് ചെയ്യപ്പെടും. ഇൻ്ററപ്റ്റ് മീൻസ് തടസ്സപ്പെടും എന്നാണല്ലേ പറയുന്നത്. There was a homework to be done, and even an 9-year-old has only that much energy to spend. അതായത് 8 വയസ്സുകാരന് ചിലവഴിക്കാൻ എന്താണ് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പോൾ 8 വയസ്സുകാരന് ചിലവഴിക്കാൻ അത്ര ഒരു ഊർജ്ജമേ ഉണ്ടായിരുന്നുള്ളതാണല്ലേ പറയുന്നത്. By 9 PM I would be fast asleep as the next day more studies and the life working man വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അതായത് എന്താ അവിടെ പറയുന്നത്, രാത്രി 9 മണിയാകുന്നോടെ എന്ത് ചെയ്യും, ഫാസ്റ്റ് സ്ലീപ്പിലേക്ക് ആവില്ല, ഗാഠനിദ്രയിലേക്ക് വീഴും. കാരണം എന്തായിരുന്നു, അടുത്ത ദിവസം എന്ത് ചെയ്യും, കൂടുതൽ പഠനവും ഒരു ജോലിക്കാരൻ്റെ ജീവിതവും എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ദ റൊട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഈ ദിനചര്യ ഏകദേശം 1 വർഷത്തോളം തുടർന്നു. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൗണ്ട് വിത്ത് പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. എന്താണ്, ഏകദേശം 1 വർഷം പത്രവുമായിട്ട് ഓടി നടന്ന 1 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ ഉയരവും നിറമുള്ളവനുമായിട്ട് മാറി എന്നാണല്ലേ പറയുന്നത്. ഗ്രേ ടോളർ ആൻഡ് ബ്രൗണർ. ഐ ആൾസോ ലേൺ ദാറ്റ് കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് അക്യുറേറ്റ്ലി ദ ഡിസ്റ്റൻസ് ഐ കുഡ് കവർ അറ്റ് എ സ്പിരിറ്റ് വിത്ത് ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇൻ മൈ ഹാൻഡ്. വേഗത്തിലുള്ള ഓട്ടത്തിൽ കൂടുതൽ കയ്യിലൊരു കെട്ട് പത്രങ്ങളുമായിട്ടുള്ള വേഗത്തിലുള്ള ഓട്ടത്തിൽ എനിക്ക് എത്ര ദൂരം കാണാൻ കഴിയുന്നു വളരെ കൃത്യമായിട്ട് വിലയിരുത്താനും ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ. ഹെൻസ് ഐ കുഡ് ടൈം അറൈവൽ വേരിയസ് ലൊക്കാലിറ്റി ദ സെയിം ടൈംസ് എവറി ഡേ. അതിനാൽ എല്ലാ ദിവസവും ഒരേ സമയം എന്ത് ചെയ്യാൻ വിവിധ പ്രദേശങ്ങളിൽ എത്താൻ എനിക്ക് കഴിഞ്ഞു. I could calculate in my head the amount owed to be Samsudeen by each of the subscribers and could reel off the names of those who had not paid up that day. എന്ത് ചെയ്യാണ് എല്ലാ ദിവസവും ഒരേ സമയങ്ങളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാണ് അല്ലേ. അങ്ങനെ ഓരോ വരിക്കാരനും ഷംസുദ്ദീന് നൽകാനുള്ള തുക എന്ത് ചെയ്യാൻ എനിക്ക് പറ്റി, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനും. അന്ന് പടം നൽകാത്തവരുടെ പേരുകൾ ഒറ്റ ശ്വാസത്തിൽ, റീൽ ഓഫ് മീൻസ് ഒറ്റ ശ്വാസം, റീൽ ഓഫ് കഴിഞ്ഞു അല്ലേ, അതായത് ഒറ്റ ശ്വാസത്തിൽ പറയാനും കഴിഞ്ഞു. Mostly I learned that a working man mean you had to be up and ready to face the day whatever else may happen to you. ഒരു ജോലിക്കാരനാവുക എന്നാൽ എന്താണ്, എന്ത് സംഭവിച്ചാലും ആ ദിവസത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് ഞാൻ പഠിച്ചു. ഹാഡ് ടു ബി മേഡ് യെസ് homework, tuition, prayers all carried on, but the Madras Dhanushkodi maid would not wait for me. I had to be present at the station at the correct time and the correct point to collect bundle as they came flying in. അപ്പം എന്താണ്, ഗൃഹപാഠം, അതായത് ട്യൂഷനും അതുപോലെ തന്നെ ഹോംവർക്കും പ്രാർത്ഥനകൾ എന്നിവയെല്ലാം അദ്ദേഹം തുടരുന്നുണ്ട്. പക്ഷെ എന്താണ്, അതൊക്കെ കാര്യങ്ങൾ തുടർന്നാലും പക്ഷെ എന്താണ്, മദ്രാസ് ധനുഷ്കോടി മിനിയിൽ എനിക്ക് എന്ത് ചെയ്യാറില്ല, എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല, അതിങ്ങനെ പോവും അല്ലേ. അപ്പോൾ പറന്ന് വരുന്ന പത്രക്കെട്ടുകൾക്ക് ശേഖരിക്കാൻ ഞാൻ ശരിയായിട്ടുള്ള സമയത്തും അതുപോലെ തന്നെ ശരിയായ സ്ഥലത്തും സ്റ്റേഷനിൽ എന്ത് ചെയ്യണം, ഹാജരാകേണ്ടിയിരുന്നു അല്ലേ. It was my first brush with taking up a responsibility and saying to that I kept my word to my cousin Samsudeen, no matter what. എന്താണ് പറയുന്നത്, പറന്നു വരുന്ന ഒരു ഉത്തരവാദിത്തം അല്ലേ, സ്റ്റേഷനിൽ ഹാജരാവണം എന്നൊക്കെ പറയണതല്ലേ. അപ്പോൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്ത് തന്നെയായാലും എൻ്റെ ബന്ധുവായിട്ടുള്ള ഷംസുദ്ദീന് കൊടുക്കുന്ന വാക്കുന്ന പാലിക്കുന്നതിലൂടെയും എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഫസ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അനുഭവമായിരുന്നു. It was all the most enjoyable time and loved every moment of it. Often notwithstanding in the Indian stillness every night. അപ്പം എന്താണ്, കഠിനമായിട്ടുള്ള
ഏറ്റവും ആസ്വാദികരമായിരുന്നു എന്നാണല്ലേ പറയുന്നത്. എല്ലാ രാത്രികളും ഓഫ് ഇൻറ്റൻസ് ടയേർഡ്നെസ് ആൻഡ് എവറി നൈറ്റ്, എല്ലാ രാത്രിയിലെയും കഠിനമായിട്ടുള്ള ക്ഷീണം വകവയ്ക്കാതെ എന്ത് ചെയ്യാണ്, ഞാൻ ഓരോ നിമിഷവും എന്ത് ചെയ്യാണ്, സ്നേഹിച്ചു അല്ലേ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അല്ലേ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, അതായത് ഓരോ നിമിഷവും ഞാൻ എന്ത് ചെയ്യാണ്, സ്നേഹിച്ചു എന്നാണ് അല്ലേ. ഇന്ത്യൻ ടയർഡ്നെസ് എവറി നൈറ്റ്, എല്ലാ ദിവസത്തിലെയും എല്ലാ രാത്രികളെയും കഠിനമായ ക്ഷീണം വകവയ്ക്കാതെ ഞാൻ എന്ത് ചെയ്യാണ്, അതിൽ ഓരോ നിമിഷവും എന്ത് ചെയ്യാണ്, സ്നേഹിച്ചു, എൻജോയ് ചെയ്തു. മൈ മദർ ഫാർ ഫ്രെറ്റഡ് ടു മീ ടേക്കിംഗ് അപ്പ് ദിസ് അഡീഷണൽ വർക്ക് ആൻഡ് ടോൾഡ് ഇറ്റ് വാസ് ടേക്കിംഗ് ഓൺ മീ, ബട്ട് ഐ ഷുക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് ഹെർ. then എന്താണ്, മൈ മദർ ഓഫൺ ഫ്രീറ്റഡ്, എൻ്റെ അമ്മ എന്താണ്, my mother often fretted at my taking up this additional work and told it was taking on me, but I shook my head and smiled at her. അമ്മ എന്താണ്, എൻ്റെ ഈ അധിക ജോലി ഏറ്റെടുക്കുന്നത് എൻ്റെ ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷത്തെ പറിച്ചല്ലേ. ടോൾ ഇറ്റ് വാസ് ടേക്കിങ്, അതിൻ്റെ ദോഷത്തെക്കുറിച്ച് ഓർത്തോൾക്ക് അമ്മ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആകുലപ്പെട്ടിരുന്നു. ഫ്രെറ്റഡ് മീൻസ് ആകുലപ്പെട്ടു. ഫ്രെറ്റഡ് എന്താണ്, ആകുലപ്പെട്ടു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ബട്ട് ഐ ഷുക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് ഹെർ, അവരെ നോക്കി എന്ത് ചെയ്യും, തലയാട്ടി അവരെ നോക്കി പുഞ്ചിരിക്കും. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് were somehow helping us all and all that she was secretly proud of me for having taken me the role of working man at the age of 8 kept me going with a smile on my face. A working man at the age of 8, ഇങ്ങനെയാണ് 8ാമത്തെ വയസ്സിലല്ലേ ഒരു ജോലിക്കാരൻ്റെ പങ്ക് ഏറ്റിരുന്ന അവരെ എന്ത് ചെയ്തിരുന്നു, നമ്മ രഹസ്യമായിട്ട് അഭിമാനിക്കുന്നുണ്ടെന്നും സീക്രട്ട് പ്രൗഡായിട്ടല്ലേ ഉള്ള അറിവ് പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ എന്നെ എന്ത് ചെയ്തു, സഹായിച്ചു. എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8 അല്ലെ, 8ാം വയസ്സിലൊരു ജോലിക്കാരൻ. ആൻ എക്സേർട്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോ ബൈ മൈ ജേണി. അപ്പം മെമ്മോ അല്ലെ, അബ്ദുൽ കലാമിൻ്റെ മൈ ജേണി എന്ന ട്രാൻസ്ഫോമിങ് ഇൻ ഡിസ്ട്രിക്ഷൻ എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ളൊരു മെമ്മോ ആണല്ലേ ഇപ്പം നമ്മൾ വായിച്ചത്. ട്രാൻസ്ഫോമിങ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ് എന്ന മെമ്മോയിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയി ഡിസ്കസ് ചെയ്താലോ. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് കലാം സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ഓൺ ഹിസ് ട്രാവൽ അബ്രോഡ്. അതായത് ട്രാവൽ അബ്രോഡിലെ വിദേശ യാത്രകളിൽ കലാം എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു. ഹി സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻ ആൻഡ് പേപ്പേഴ്സ് അല്ലേ. അതായത് അദ്ദേഹം എങ്ങനെയാണ് ഇതിനുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നത്, ഹി സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ന്യൂസുമായിട്ട് ടച്ച് ഉണ്ടായിരുന്നത് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾ, ഓൺലൈനായിട്ട് ന്യൂസ് ആർട്ടിക്കിൾസും എഡിറ്റോറിയൽസും മാഗസിൻസും പേപ്പേഴ്സൊക്കെ അദ്ദേഹം വായിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ദെൻ മെൻഷൻ എ ഫ്യൂ പീപ്പിൾ ഹു ഇൻഫ്ലുവൻസ് ഇൻ കലാം ഏർലി ലൈഫിൽ അല്ലേ. കലാമിൻ്റെ കുട്ടിക്കാലത്തെ സ്വാധീനിച്ച ഏതാനും വ്യക്തികളെ കുറിച്ച് പറയാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്, എ ഫ്യൂ പീപ്പിൾ ഹു ഇൻഫ്ലുവൻസ് കലാംസ് ഏർലി ലൈഫ് വർ ഹിസ് കസിൻ ആയിട്ടുള്ള സംസുദ്ദീനും ജലാലുദ്ദീനാണ് അല്ലേ. കസിൻ സംസുദ്ദീൻ ആൻഡ് ജലാലുദ്ദീൻ. ഹിസ് പാരൻസ്, ഗ്രാൻഡ് മദർ ആൻഡ് ഹിസ് മാത്തമെറ്റിക്സ് ടീച്ചർ ആൾസോ ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ ഹിം. അതുപോലെ തന്നെ ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ ഹിസ് മാത്തമെറ്റിക്സ് ടീച്ചറൊക്കെ ബിഗ് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം, സംസുദ്ദീനും ജലാലുദ്ദീനും എഴുതാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരൻസ്, ഗ്രാൻഡ് മദർ ആൻഡ് ഹിസ് മാത്തമെറ്റിക് ടീച്ചേഴ്സ് ആൾസോ ഹാഡ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ ഹിം. Okay, then third question, what was the effect of the sanction on Kalam's family? ബ്രിട്ടീഷ് ഉപരോധങ്ങൾ അല്ലേ. ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്, അതായത് ബ്രിട്ടീഷ് ഉപരോധങ്ങൾ എന്താണ് കലാമിൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിച്ചത്. ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്, ആ കുടുംബം അതിനെ എങ്ങനെയാണ് നേരിട്ടതെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു, ഇസ് ദ സാങ്ഷൻ മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ കലാംസ് ലാർജ് ഫാമിലി ടു ഗെറ്റ് ഇനഫ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. കലാമിൻ്റെ ഫാമിലിയെ വളരെയധികം ബാധിക്കുന്നുണ്ട് അല്ലേ. ടു ഗെറ്റ് ഇനഫ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്, ഇനഫായിട്ടുള്ള മതിയായിട്ടുള്ള ഫുഡും ക്ലോത്ത്സും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഫാമിലി അല്ലേ. ദ ഫാമിലി കോപ്ഡ് വിത്ത് ഡിഫിക്കൽട്ടീസ് ബൈ മേക്കിംഗ് സാക്രിഫൈസസ്.
എങ്ങനെയാണ് ആ കുടുംബം അതിനെ നേരിട്ടത്? സാക്രിഫൈസ് ചെയ്തിട്ടായിരുന്നു അല്ലേ, ത്യാഗം ചെയ്തിട്ടായിരുന്നു. ദ വുമൺ ഇൻ ദ ഫാമിലി ലൈക്ക് ദിസ് മദർ ആൻഡ് ഗ്രാൻഡ് മദർ വുഡ് കോംപ്രമൈസ് ആൻഡ് ദെയർ ഓൺ ഫുഡ് ടു മേക്ക് ഷുവർ ഓൾ ദി ചിൽഡ്രൻ ഫീഡ് ഫസ്റ്റ് എന്ത് ചെയ്യും? കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും? അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ എന്ത് ചെയ്യും? അവരുടെ ഫുഡിൽ എന്ത് ചെയ്യും? കോംപ്രമൈസ് ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെയാണ് അവരെന്ത് ചെയ്തത്? ആ കുടുംബം അതിനെ ഈ ഉപരോധങ്ങളെയൊക്കെ, ബ്രിട്ടീഷ് ഉപരോധങ്ങളിലൊക്കെ കലാമിൻ്റെ കുടുംബം ഇങ്ങനെയാണ് നേരിട്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ദ സാങ്ഷൻ മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഓഫ് കലാംസ് ലാർജ് ഫാമിലി ടു ഗെറ്റ് ഇനഫ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. ദ ഫാമിലി കോപ്ഡ് വിത്ത് ദി ഡിഫിക്കൽട്ടി ബൈ മേക്കിംഗ് സാക്രിഫൈസ്. The woman in the family, like his mother and grandmother, would compromise on their own food to make sure all the children were fed first. Okay, then fourth question. Why does young Kalam say my enthusiasm no bounds? എന്തുകൊണ്ടാണ് യങ് കലാം അല്ലേ, അതായത് യങ് ആയിട്ടുള്ള കലാം തൻ്റെ ആവേശത്തിന് മൈ enthusiasm നോ ബൗണ്ട്സ് എന്ന് പറഞ്ഞത്, അതായത് തൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് കലാം പറഞ്ഞതെന്നാണ് അല്ലേ ചോദിച്ചത്. എന്തുകൊണ്ടായിരുന്നു? Yes, the young Kalam says the enthusiasm no bounds because he was very excited about his first job അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ജോബിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ. ഈവൻ ദോ he was happy because he was going to earn his own money for the first time, contributed a meaningful way to his family's income during a difficult time അല്ലേ. അപ്പം അദ്ദേഹം എന്താണ്, ഒരു 8 വയസ്സുണ്ടായിരുന്ന കുട്ടിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവാണല്ലേ. കാരണം എന്തായിരുന്നു? ബിക്കോസ് he was going to earn his own money at the ഫസ്റ്റ് ടൈമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പോവുകയാണ് അല്ലെ. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് വേ ടു ഹിസ് ഫാമിലീസ് ഇൻകം ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈം. ഡിഫിക്കൽട്ട് ടൈമിൽ തൻ്റെ കുടുംബത്തിന് എന്താണ് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു വേല ഇൻകം അദ്ദേഹം കൊടുക്കുകയാണ് അല്ലേ. അപ്പം അതൊക്കെ കാരണമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വളരെയധികം സന്തോഷിക്കുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത് മൈ enthusiasm ന്യൂ ബൗണ്ട്സ്, എൻ്റെ ആവേശത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What was the condition posed by the mathematics teacher and how did it impact Kalam daily schedule? അപ്പോൾ കണക്ക് അധ്യാപകൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥ എന്തായിരുന്നു? അതെങ്ങനെയാണ് കലാമിൻ്റെ ദിനചര്യയെ ബാധിച്ചത്, ഡെയിലി ഷെഡ്യൂളിനെ ബാധിച്ചത്, ഇമ്പാക്ട് ചെയ്തതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു അത്? The condition posed by the mathematics teacher was the student needed to take bath and reach his comfort tuition at dawn very early in the morning അല്ലേ. അപ്പോൾ this impacted Kalam's daily schedule because he had to start in his day while it was still dark outside. Okay, then next question നോക്കാം. ആറാമത്തെ ചോദ്യം. How did Kalam go about the work of newspaper distribution? എങ്ങനെയാണ് കലാം ഗോ അബൌട്ട് ദ വർക്ക് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് പത്രവിതരണ ജോലി കലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു? ആഫ്റ്റർ ഹിസ് മോർണിംഗ് ട്യൂഷൻ കലാം വുഡ് റൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു കളക്ട് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഫ്രം ദ മൂവിംഗ് ട്രെയിൻ. ആഫ്റ്റർ ഹിസ് മോർണിംഗ് ട്യൂഷന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടും അല്ലേ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? മൂവിങ് ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് എന്ത് ചെയ്യും? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഒക്കെ കളക്ട് ചെയ്യും. Then he divided into batches for different neighborhoods and around Rameshwaram for about an hour to deliver them. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ആ പേപ്പേഴ്സ് ഒക്കെ ബാച്ചസ് ഡിഫറെൻറ്റ് നൈബേഴ്സ് ഇൻറ്റു ഡിവൈഡ് ചെയ്യൂല്ലേ. എങ്ങനെയാണ് നൈബർഹുഡിലേക്കുള്ളതൊക്കെ ഇങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? രാമേശ്വരത്തെ കൂടി ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ പത്രങ്ങളും എന്ത് ചെയ്യുമായിരുന്നു? വിതരണം ചെയ്യും അല്ലേ. ഇങ്ങനെയല്ല അദ്ദേഹം പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺ അപ്പ് ന്യൂ വേർഡ്സ് ഫോർ യങ് കലാം. ഡു യു എഗ്രി? ഗിവ് റീസൺസ്. എന്താണ്? ന്യൂസ് പേപ്പേഴ്സ് ഓപ്പൺ അപ്പ് ന്യൂ വേർഡ്സ് ഫോർ യങ് കലാം. ഈ പത്രങ്ങൾ എന്താണ്? യങ് കലാമിന് പുതിയ ലോകങ്ങൾ തുറന്നു കൊടുത്തു. ഡു യു എഗ്രി? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഗിവ് റീസൺ. കാരണങ്ങളും പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഐ എഗ്രി എന്ന് എഴുതാം അല്ലേ. ദ ന്യൂസ് പേപ്പേഴ്സ് വർക്ക് ഹിസ് ഓൺലി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഔട്ട്സൈഡ് വേൾഡ്
Through them, he learned about the independence movement, World War II, and important leaders like Gandhiji and Hitler. This made his dream about the larger world. Okay, എട്ടാമത്തെ ചോദ്യം. Kalam says he grew taller and browner in a year. What does this suggest? ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യാണ് ആ കലാം ഉയരം കൂടുകയും എന്ത് ചെയ്യാണ് നിറം ബ്രൗണറായിട്ട് ഇരുളുകയും ചെയ്തു എന്ന് കലാം പറയുന്നുണ്ട് അല്ലേ. വാട്ട് ഡസ് ദിസ് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇസ് ദിസ് സജസ്റ്റ് ദ ഡെയിലി റുട്ടീൻ ഓഫ് റണ്ണിങ് അറൌണ്ട് ദ സൺ ടു ഡെലിവർ ന്യൂസ് പേപ്പർ വാസ് ഹാർഡ് ഫിസിക്കൽ വർക്കായിരുന്നു അല്ലേ. റണ്ണിങ് അറൌണ്ട് ഹെൽപ്ഡ് ഹിം grow taller and being out the sun every day made his skin dark browner അല്ലേ. It shows he was a hard working young boy. അപ്പോൾ ഈ റണ്ണിങ് അറൗണ്ട് ഹെൽപ്ഡ് ഹിം ഗ്രോ ടോളർ. ഓടിങ്ങനെ നടക്കില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിച്ചു? ഉയരം വയ്ക്കാൻ സാധിച്ചു അല്ലേ. ആൻഡ് ബീയിങ് ഔട്ട് ഇൻ ദ സൺ എവറി ഡേ മേഡ് ഹിസ് സ്കിൻ ഡാർക്കർ. അതുപോലെ തന്നെ എന്നും ഇങ്ങനെ സൂര്യൻ്റെ അതായത് വെയിൽ കൊള്ളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്കിന്ന് ഡാർക്ക് ആവാനും തുടങ്ങി. ഇറ്റ് ഷോസ് ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് യങ് ബോയ്. ഇതൊക്കെ എന്താണ് ഷോ ചെയ്യുന്നത്? എന്താണ് അവനൊരു അതായത് APJ അബ്ദുൽ കലാം എന്തായിരുന്നു? ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടുള്ള യങ് ബോയ് ആയിരുന്നു അല്ലേ. കഠിനാധ്വാനിയായിട്ടുള്ള ഒരു യങ് ബോയ് ആയിരുന്നു ആര്? എസ് കലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വാസ് കലാം ഏബിൾ ടു ഇഗ്നോർ ദ ഇൻറ്റൻസ് ടയേർഡ്നെസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസത്തിൻ്റെയും അവസാനമായിട്ടുള്ള കഠിനമായിട്ടുള്ള ക്ഷീണം അല്ലെ, ഇൻറ്റൻസ് ടയേർഡ്നെസ് അവഗണിക്കാൻ എങ്ങനെയാണ് കലാമിന് കഴിഞ്ഞത്? ഇഗ്നോർ ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? യെസ്, കലാം വാസ് ഏബിൾ ടു ഇഗ്നോർ ഹിസ് ടയർഡ്നെസ് ഫോർ ടു മെയിൻ റീസൺ. പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. എന്താണ്? ഫസ്റ്റ്, ഹി എൻജോയ്ഡ് ദ വർക്ക് ആൻഡ് ഫീലിംഗ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ജോലി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ദെൻ സെക്കൻഡ്, ദ നോളേജ് ദാറ്റ് ഹിസ് ഏർണിങ്സ് were helping his family, making his mother proud, gave him the strength and happiness to keep going. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണല്ലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചത്? കഠിനമായിട്ടുള്ള ഇൻറ്റൻസ് ടയർഡ്നെസ് ഒക്കെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൈഡ് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.